ഓ നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചു വരേനോനെ. ഈ കുണ്ടനാടായി കൂടി എങ്ങനെ ചങ്ങായി ഓട്ടോറിക്ഷ വരിക? അന്നെ ഞാൻ പെണ്ണാണാൻ കൊണ്ടുകൊണ്ട് വെറുതെ അല്ലേ പറയുന്നത് നാട്ടുകാര് എനിക്ക് അന്തല്ലാന്ന്. അല്ല ഇജ്ജ് എത്ര വരെ പഠിച്ചുകൊണു? ഞാനൊരു 10-12 കൊല്ലം പഠിച്ചുകൊണേ. അപ്പൊ +2 വരെ പഠിച്ചുകൊണല്ലേ ഇജ്ജ്? അല്ലേ ഞാൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പോത്തിന് 10-12 കൊല്ലായി. ഓരോ ക്ലാസ്സിൽ 2 ടീച്ചർ അല്ലെങ്കിൽ ഇരുന്നപ്പോത്തിന് പിന്നെ താടി മീസൊക്കെ വരൽ തുടങ്ങി. അപ്പൊ മാസ്റ്റർമാര് നിർത്തിക്കാളി അറിഞ്ഞു. അങ്ങനെ പോന്നാ. അന്നി അസർപ്പിന് ഞാൻ ഒപ്പം പെണ്ണാണാൻ കൊണ്ട് നടക്കൽ തുടങ്ങിയതാ. ഓന്റെ മകൾ ഇപ്പൊ 10ാം ക്ലാസ്സിലാ പഠിച്ചണേ. ഇജ്ജ് കാലാകാലം ഇങ്ങനെ പെണ്ണുണ്ട് നടന്നു. അല്ല ഇനിയിപ്പോ അവിടെ എത്തുമ്പോ ഇജ്ജു അമ്മോസാക്കി ഒപ്പം പഠിച്ചതായിട്ടാവോ? തല്ല് മേടിച്ചു തരുവോ? മുമ്പ് ഇങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടേ, അതുകൊണ്ടായി പറയണേ. ഓ എല്ലാം ഇനിയിപ്പൊ അങ്ങനെയായിട്ട് വരുമോ? ഹായ്, അമ്മോസാക്ക് എന്റെ മൂത്തന്നെ കാരം. എന്തായാലും എന്തായാലും അന്നെ പെണ്ണാണാൻ കൊണ്ടിടന്ന് എന്റെ 5-8 ചെരുപ്പ് തേഞ്ഞു എന്നല്ലാതെ അനക്കുണ്ടോ പെണ്ണിട്ടണു? ഇതാപ്പൊ പേരാ നിങ്ങളല്ല അപ്സ്റ്റെയർ ഒക്കെ ഉള്ള പേരാ അറിയിട്ട് എന്നോട്. ആന്റെ യാവലും 3 ആദ്യം പെണ്ണിന് പറ്റണ്ടേ, എന്നിട്ടല്ല എനിക്ക് അപ്സ്റ്റെയർ എന്നോട് വാജ്. ഓ വെയിലുണ്ട് കാണ്ടേ എന്റെ ഫൗണ്ടേഷൻ ഒക്കെ പോയി. ദാഹിച്ചിട്ടാണ് ഈ തൊണ്ട കത്തിയിട്ടും വെച്ച. അന്നെ പെണ്ണാണാൻ കൊണ്ടിടന്ന് കണ്ട് ഇന്റെ അണ്ണാക്ക് അതിലേറെ കത്തിക്കണം. നമുക്ക് ആദ്യം ആചാരോടെ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറയാ, തണുത്ത വെള്ളം. എന്നിട്ട് മതി പെണ്ണാണല്ലോ. അങ്ങോട്ട് വാജ്. ആചാരേ എവിടെ ഇവിടെ ആരും കാണാനില്ലല്ലോ. ആചാരേ എന്റെ ആ പൊട്ടക്കണ്ണാടെ ഊരി വലിച്ചെറിയ ഞാൻ ആദ്യം പറഞ്ഞു കൂട്ടാ എന്നോട്. എന്നാ തന്നെ എന്റെ കല്യാണം ശരിയാവും. സലാമലൈക്കും. വലൈക്കും സലാം. അല്ല പൂവാമ്പായമാരുള്ള ചെറുക്കനായിട്ടാ ഞാൻ കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് വാടാ. എന്താ വേനൽക്കാലത്തുണ്ടായ പൂമ്പായ മതി? ആചാരേ നിങ്ങൾ ആ ഫ്രിഡ്ജിന്നേ തണുത്ത 2 ഗ്ലാസ് വെള്ളം കൊടുന്നാണ് ആദ്യം. ദാഹിച്ചിട്ട് വെച്ച മനസ്സിലായി. ഇത് തണുത്ത വെള്ളോ? എന്തേ എന്താ വരുന്നു? പിന്നെ ആ ചെറുക്കനെ നിന്റെ ഒപ്പം പഠിച്ച കുഞ്ഞായി മുട്ടിന്റെ അതേ മുഖച്ചായുണ്ട്. നീ ചോദിച്ചു നോക്കിയോ ഓന്റെ മകനായിട്ടാണോ? ഇപ്പൊ കുഞ്ഞായ്മുട്ടിനെ അവനാ ഇന്റെ പെണ്ണുങ്ങൾ പറഞ്ഞേ ഓടൊപ്പം പഠിച്ചതിന്റെ ഒരു കുഞ്ഞായ്മുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അതേ ചായയാണ് വരുന്നത്. ഇതന്നെയാണ് കുഞ്ഞായ്മുട്ടി. കുഞ്ഞായ്മുട്ടിന്റെ മകനൊന്നല്ല. കുഞ്ഞായ്മുട്ടി പെണ്ണിട്ടാതെ എങ്ങനെ കുഞ്ഞായ്മുട്ടിക്ക് മകൻ ഉണ്ടാവണം? ഇവിടെ കുഞ്ഞാപ്പൂ കള്ള നമുക്ക് എന്റെ പെണ്ണുങ്ങളൊപ്പം പഠിച്ചോനെ എന്റെ മോളെ കാണാൻ കൂടെ പറഞ്ഞു വെട്ടും ഞാൻ ഇറങ്ങി പോയിട്ടാ രണ്ടോളിന്റെ വളർപ്പന്ന്. കുഞ്ഞായ്മുട്ടിയെ എന്റെ കടി കാത്തോ.